139 സങ്കീർത്തനത്തിന്റെ 7 വാക്യം മുതൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. സുവിശേഷമായി ജീവിക്കുവാൻ, സുവിശേഷത്തിന്റെ വാഹകരായി പോകുവാൻ, സുവിശേഷത്തിന്റെ ചാലകങ്ങളായി തീരുവാനുള്ള ദൈവവിളി വ്യക്തമായി കേട്ടിട്ടും ഒളിച്ചു നടക്കുവാൻ ശ്രമിക്കുന്നവർ, അവരുടെ പിന്നാലെ യാത്ര ചെയ്യുന്ന ദൈവം, ആ യാത്രയുടെ മധ്യയാണ് ഒരു പെരും കാറ്റ് അടിക്കുന്നത്. യോന കയറിയതായിട്ടുള്ള കപ്പലിന് ചുറ്റും ഒരു കൊടുങ്കാറ്റിന്റെ അനുഭവം. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പലിലുള്ള എല്ലാവരും ഭയപ്പെട്ടു. ഓരോരുത്തൻ താന്താന്റെ ദൈവത്തെ നോക്കി നിലവിളിക്കുവാനായി തുടങ്ങി. ഓരോരുത്തൻ താന്താന്റെ ദൈവത്തെ നോക്കി നിലവിളിക്കുവാനായി തുടങ്ങി. ഓരോ വാക്കും ശ്രദ്ധേയമാണ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒട്ടനവധി പേരുടെ ഇന്നിന്റെ ജീവിത അവസ്ഥയാണ് കൊടുങ്കാറ്റ്. ആഞ്ഞടിക്കുകയാണ് കൊടുങ്കാറ്റ്. ജീവിത നൗക എങ്ങോട്ടാണ് പോകുന്നതെന്നറിയുന്നില്ല. സ്വച്ഛന്തമായിരുന്നു ഒരു നാൾ, പക്ഷെ ഇന്ന് ആടി ഉലയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മധ്യേ തളർന്നു നിൽക്കുന്ന, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവം ഒരുപാട് പേരുടേത്. തകർച്ച, കപ്പൽ തകരുവാൻ പോവുകയാണ്. അവരുടെ ജീവിത നൗക, അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ തകരുന്നത് മുൻകാണുവാൻ കഴിയാതെ വിഷമിച്ച് നിന്ന് വിമ്മിക്കരയുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ഈ വേദഭാഗം വീണ്ടും നാം ശ്രദ്ധിക്കുന്നത്, വായിക്കുന്നത് എന്നോർക്കുക. ജീവൻ തന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന അനേകായിരങ്ങളുടെ മധ്യേ ആ ദീനരോധനം നിലവിളിയായി ഉയരുന്ന, നെടുവീർപ്പായി ഉയരുന്ന, ചുടുനിശ്വാസമായി ഉയരുന്ന അനേകം പേരുടെ ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലാണ് ആ യാത്രയിൽ ഭാഗം ആയ, സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ട യോനായുടെ അടുക്കലേക്ക് കപ്പലിന്റെ പ്രമാണിയും സഹയാത്രികരും എത്തുന്നത്. അവർ ഇറങ്ങി വന്നപ്പോഴോ, ഇതൊക്കെ സംഭവിക്കുമ്പോഴും കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി നന്നായി ഉറങ്ങുന്ന യോനായെയാണ് കാണുന്നത്. സഹയാത്രികർ ഈ യോനായെ കണ്ടിട്ട് യോനായോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിക്കപ്പെട്ട ചോദ്യമാണെങ്കിലും ഇന്നും സുവിശേഷം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, ചുറ്റും ആടിയുലയുന്ന കപ്പലിൽ നമ്മുടെ സഹയാത്രികർ ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളായി ഈ ചോദ്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ഈ വചന ശുശ്രൂഷ അന്വർത്ഥമായി തീരുന്നത്. ഒന്നാമത് അവർ യോനായോട് ചോദിച്ചു, നീ ഉറങ്ങുന്നത് എന്താണ്? നീ ഉറങ്ങുന്നത് എന്താണ്? ചുറ്റും പെരുങ്കാറ്റടിച്ച് ഞങ്ങളുടെ കപ്പൽ ആടി ഉലയുമ്പോൾ, നമ്മുടെ കപ്പൽ ആടി ഉലയുമ്പോൾ നീ ഉറങ്ങുകയാണോ? ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് ഈ കൺവെൻഷന്റെ 1-ാം നാൾ മുതൽ നാം കേൾക്കുകയാണ്. ആഗോള തപനത്തിൻ്റെയും ആഗോള തണുപ്പിൻ്റെയും അവസ്ഥയുടെ മധ്യേ മരിക്കുന്ന കാടുകളുടെ, ഇല്ലാതാക്കപ്പെടുന്ന മലകളുടെ, കൊല്ലപ്പെടുന്ന പുഴകളുടെ ദീനരോധനത്തിന്റെ മധ്യേ നാളെ ഈ ഒരു ഭൂമിയിൽ ജീവൻ സാധ്യമാകുമോ എന്നറിയാതെ വിലപിക്കുന്ന, ആടി ഉലയുന്ന അവസ്ഥയിൽ വേദനിക്കുന്ന ഒരുപാട് പേർ. പക്ഷേ ഒരുപാട് പേർ വേദനിക്കുമ്പോഴും ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യമല്ല എന്ന ഭാവത്തിൽ ഉറങ്ങുന്നവർ. തകർച്ചയുടെയും കാറ്റിൻ്റെയും കോളിൻ്റെയും ഭയത്തിൻ്റെയും നിലവിളിയുടെയും അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും ഒരുപാട് മുഴങ്ങിക്കേൾക്കുമ്പോഴും ഉറങ്ങുന്നവർ. ആലസ്യം കണ്ണുകളിൽ വ്യക്തമാണ്. അവിടെ മനുഷ്യന്റെ വേദനയുടെ കാഴ്ച കാണുവാൻ കഴിയുന്നില്ല. ആലസ്യം കാതുകളിൽ വ്യക്തമാണ്. മനുഷ്യന്റെ ദീനരോധനങ്ങളും നിലവിളിയും ആ കാതുകളിൽ കേൾക്കുന്നില്ല. ആ കൈയക്ഷരങ്ങൾ വിറങ്ങലിച്ച് തുടങ്ങിയിരിക്കുന്നു. പ്രിയരെ,
ശിഷ്യന്മാരുടെ ഈ ഉറക്കം മഹത്വീകരണത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രഭ മുഴുവനും കാട്ടി താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് ഗദശമന പൂവനത്തിൽ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളെപ്പോലെ വീണ് അവൻ മരണത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥിച്ചപ്പോഴും ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. ഈ ആടി ഉലയുന്ന ജീവിത നൗക കണ്ട്, ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ട്, ഭയത്തിന്റെ അനുഭവങ്ങൾ കണ്ട് ആ നൗകയ്ക്കുള്ളിലുള്ളവർ പോലും ഉറങ്ങുകയാണ്. അവർ യോനായോട് ആഹ്വാനം ചെയ്തു, എഴുന്നേൽക്കുക, നിന്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. ഇന്റർസീഡ് ഫോർ അസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകം വേദനയിലായിരിക്കുമ്പോൾ, ചുറ്റുപാടും വേദനയിലായിരിക്കുമ്പോൾ, ബന്ധങ്ങൾ തളരുമ്പോൾ, കുടുംബങ്ങൾ തകരുമ്പോൾ, കന്തമാലും ശ്രീലങ്കയും ബംഗാളും പൂനായും ആവർത്തിക്കപ്പെടുമ്പോൾ, കപ്പം കൊടുത്താൽ മാത്രമേ ജീവിക്കുവാൻ കഴിയൂവെന്ന് ഭാരതത്തിന്റെ പല കോണിലും ഭാരതീയർ പോലും മനസ്സിലാക്കുന്ന പശ്ചാത്തലത്തിൽ പിച്ചിച്ചീന്തപ്പെടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മധ്യേ, കാറ്റിന്റെയും തകർച്ചയുടെയും കോളിന്റെയും അനുഭവങ്ങൾക്ക് മധ്യേ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ നിനക്കാവുന്നില്ലയോ എന്ന യോനായുടെ ചോദ്യം എന്നോടുള്ള ചോദ്യമല്ലേ?